പ്രബോധന രംഗത്ത് പുത്തനുണർവുമായി ലൗദി ഖുർആൻ മാസ്റ്റേഴ്സ് ക്ലബ്ബ് അവതരിപ്പിക്കുന്നു രാത്രി സന്ദേശം. എന്നും രാത്രി 9 മണിക്ക് യൂട്യൂബിലൂടെ പ്രസംഗ പരിശീലന കളരിയിലെ പഠിതാക്കൾ നിങ്ങൾക്കായി ഒരുക്കുന്നു. കേൾക്കുക, പ്രബുദ്ധരാവുക, മറ്റുള്ളവരിലേക്ക് എത്തിക്കുക. അൽഹംദുലില്ലാഹ്, അസ്സലാത്തു വസ്സലാമു അലാ റസൂലിഹിൽ അമീൻ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. അമ്മാ ബഅദ്. എന്റെ ശബ്ദം ശ്രവിക്കുന്ന മാന്യ ശ്രോതാക്കളെ, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ജീവിതം അത് അള്ളാഹു നമുക്ക് നൽകിയിട്ടുള്ള ഒരു ഔദാര്യമാണ്. ജീവിതം എന്നാൽ ആയുസ്, സമയമാണ് ജീവിതം. ഏതാനും ദിവസങ്ങളിലൂടെ കഴിഞ്ഞു പോയിക്കൊണ്ടിരിക്കുന്ന സമയമാണ് നമ്മുടെ ഓരോരുത്തരുടെയും ആയുസ്. മഹാനായ ഹസനുൽ ബസരി റഹ്മത്തുള്ളാഹി അലൈഹി പറയുന്നു, യാ ഇബ്ന ആദം അൻത അയ്യാമുൻ കുല്ലമാ ദഹബ യൗമുൻ ദഹബ ബഅലുക. ഹേ മനുഷ്യ, നീ ഏതാനും ദിവസങ്ങളാണ്, അതിൽ നിന്നൊരു ദിവസം കഴിഞ്ഞാൽ നിന്നിൽ നിന്ന് ചിലത് കഴിഞ്ഞുപോയി എന്ന്. ജീവിതത്തെയും മരണത്തെയും സൃഷ്ടിച്ചിട്ടുള്ളത് നിങ്ങളിൽ ആരാണ് ഏറ്റവും നന്നായി പ്രവർത്തിക്കുന്നത് എന്ന് പരീക്ഷിക്കുന്നതിനാണ് എന്ന് അള്ളാഹു പറയുന്നു. അപ്പോൾ നമുക്ക് കിട്ടിയ ഈ ചെറിയ ആയുസ് കാലത്ത് നാം ചെയ്യുന്ന ഓരോ കർമ്മങ്ങളും വിചാരണ ചെയ്യപ്പെടുന്നതാണ്. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു, നിങ്ങളൊരു പരീക്ഷയിലാണ്. ആ പരീക്ഷയ്ക്ക് വേണ്ട സിലബസും അതിൽ വരുന്ന ചോദ്യ മാതൃകയും നേരത്തെ തന്നെ നിങ്ങൾക്ക് തന്നു കഴിഞ്ഞു എന്ന് തുർമുദി റിപ്പോർട്ട് ചെയ്യുന്ന ഒരു നബി വചനത്തിൽ ഇപ്രകാരം വന്നിരിക്കുന്നു, ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, ലാ തസൂല ഖദമ അബ്ദിൻ ഹത്താ യുസ്അല അൻ ഖംസിൻ. 5 കാര്യങ്ങളെക്കുറിച്ച് ചോദ്യം ചെയ്യപ്പെടുന്നതിന് മുമ്പ് തന്റെ കർമ്മഫലങ്ങൾ വിചാരണ ചെയ്യുന്നതിനായി മനുഷ്യന്റെ പാദങ്ങൾ മുന്നോട്ട് ചലിപ്പിക്കാൻ സാധ്യമല്ല എന്ന്. നമ്മുടെ ഈ ചെറിയ ആയുസ് കാലത്ത് ചെയ്യുന്ന ഓരോ കർമ്മങ്ങളും അള്ളാഹുവിന്റെ മുമ്പിൽ വിചാരണക്കെടുക്കുന്നതാണ്. കർമ്മഫലങ്ങൾ വിചാരണക്കെടുക്കുന്നതിന് മുമ്പ് തന്നെ പ്രാഥമികമായി നാം ചില ചോദ്യങ്ങൾക്ക് ഉത്തരം നൽകേണ്ടതുണ്ട്. അൻ ഉംരിഹി, തന്റെ ആയുസ്സിനെ കുറിച്ച്. ഫീമ അഫ്നാഹു, ഏതൊന്നിലാണ് അത് വിനിയോഗിച്ചത്, ഏതൊന്നിൽ കൊണ്ടുപോയിട്ടാണ് അതിനെ നശിപ്പിച്ചു കളഞ്ഞത്. അൻ ഇൽമിഹി, തന്റെ അറിവിനെ കുറിച്ച്. ആ അറിവ് കൊണ്ട് നീ എന്തൊക്കെ പ്രവർത്തിച്ചു, ആർക്കൊക്കെ ഉപകാരപ്പെടുത്തി നിന്റെ അറിവ് എന്ന്. അതുപോലെ തന്നെ അൻ മാലിഹി, ധനത്തെ കുറിച്ച്. മിൻ ഐന ഇക്തസബ, നീ അതെവിടെ നിന്ന് സമ്പാദിച്ചു. ഫീമ അൻഫഖ, നീ ഏതിലാണ് അത് ചെലവഴിച്ചത്, എന്തിനാണ് അത് ചെലവഴിച്ചത്. അതുപോലെ തന്നെ 5-ാമതായി അള്ളാഹു ചോദിക്കുന്നു അൻ ജിസ്മിഹി, തന്റെ ശരീരത്തെക്കുറിച്ച്, നിന്റെ ആരോഗ്യത്തെക്കുറിച്ച്. നിന്റെ ശരീരവും ആരോഗ്യവും നീ എന്തിനു വേണ്ടി ചെലവഴിച്ചു എന്ന്. അള്ളാഹുവിന് ആരാധന കർമ്മങ്ങൾ ചെയ്യുന്നതിന് വേണ്ടിയാണോ, അതോ വെറും തമാശയും കളിയും വിനോദത്തിലുമാണോ നീ ചെലവഴിച്ചിട്ടുള്ളത് എന്ന്. ഇങ്ങനെ 5 കാര്യങ്ങൾ പ്രാഥമികമായി നാം ഉത്തരം നൽകിയാലേ നമ്മുടെ തുടർ വിചാരണയ്ക്ക് വേണ്ടി നമ്മുടെ പാദങ്ങൾ മുന്നോട്ട് ചലിപ്പിക്കാൻ നമുക്ക് സാധിക്കുകയുള്ളൂ എന്ന്. ഈ കാര്യങ്ങൾക്കെല്ലാം നല്ല രീതിയിൽ ഉത്തരം നൽകുന്ന അള്ളാഹുവിന്റെ ഇഷ്ടദാസന്മാരുടെ കൂട്ടത്തിൽ അള്ളാഹു നമ്മെ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കട്ടെ. വാഖിറു ദഅവാന അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.